ഹലോ ഗായ്സ്, അപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന്. എനിക്ക് പ്രത്യേകിച്ച് റുട്ടീൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ട് തുടങ്ങാമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ദോശയും അതേപോലെ തന്നെ തക്കാളി കറിയും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എന്താ അറിയില്ല, വീക്ക്നെസ് ആയി പോയി. ഇതാണ് ഗായ്സിൻ്റെ വീട്ടിലത്തെ വൈബ്. എന്നും ഞാൻ എണീച്ച അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ടാണ് ഫസ്റ്റ് വരിക. പക്ഷേ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഇവിടെ നിന്നാട്ടോ കഴിച്ചു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞാനിവിടെ വെള്ളം കുടിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ പുറത്തു കൂടിയൊക്കെ പോയി നോക്കിട്ടോ. എൻ്റെ വീട്ടിൽ കുറേ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ നോക്കി നിന്ന് തിരിച്ചെന്നെ പോന്നു. പിന്നെ ഞാൻ നേരെ ലാപ്ടോപ്പുമ്മക്കാട്ടോ പോയത്. യൂട്യൂബിൽ എൻ്റെ ഫേവറേറ്റ് എസ്തെറ്റിക് ചാനൽ പറഞ്ഞാൽ മാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ്. ഇതിൻ്റെ ഫേവറേറ്റ് ചാനലായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, ഞാനതിൽ മുഴുകി അങ്ങനെ ഇരിക്കും. അതിന് ശേഷം ഞാൻ നേരെ കുളിക്കാൻ പോയി. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു ടു ഡു ലിസ്റ്റ് ചെയ്താന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ചെയ്ത്. ഞാനിവിടെ എന്താ പറയുക, ഷൂട്ടിങ്, അതേപോലെ എഡിറ്റിങ്, പിന്നെ ബേക്കിങ്, പിന്നെ ഞാൻ ഓർഗനൈസിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് എന്താണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യങ്ങൾ നമ്മൾ ടു ഡു ലിസ്റ്റായിട്ട് എഴുതുകയാണ്. പിന്നെ ഞാൻ ഇവിടെ കുറച്ചും കൂടി എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ആ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇവിടെ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഗായ്സ്, ഇതാണ് ഞാൻ എന്നും തേക്കണ ഫേസ് പാക്ക്. എന്നൊന്നല്ല, 1.5 ഇതിൽ ഞാൻ 2 ടീസ്പൂണ് ഉഴുന്നും അതേപോലെ തന്നെ 2 ടീസ്പൂണ് അരിയും പിന്നെ തുള്ളി പാലും ആട്ടോ വേണ്ടിയത്. രണ്ടും കുതിർത്തതാട്ടോ വേണ്ടത്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. ഇതുകൊണ്ട് ടാനൊക്കെ റിമൂവ് ചെയ്യുക, അതേപോലെ ബ്രൈറ്റ്നസ് നൽകും. അപ്പോൾ അതെൻ്റെ മേക്കപ്പ്സ് ഫുള്ള് വൃത്തികേടായി കിടക്കണം. അപ്പോൾ എന്തായാലും ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, അപ്പോൾ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ക്രാബ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പെട്ടി വാങ്ങിയിട്ടുണ്ട്. അതിലാണ് ഞാൻ ഫുള്ള് ഇട്ട് വെക്കണം കേട്ടോ. ഈ ഒരു പെട്ടിയിൽ ഞാൻ ബണ്ണും പിന്നെ പിൻസ് പിന്നെ ക്രാബ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് കേട്ടോ ഇടുന്നത്. ഈ പെട്ടിയിൽ വെക്കുന്നത് എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ബേക്ക് ചെയ്യണം വിചാരിച്ചു. അപ്പം ഞാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തു. അപ്പം ഞാനൊരു സംഭവം കണ്ടു. ഇതിൻ്റെ പേര് തങ്കുലു എന്നാണ് കേട്ടോ. അതെന്നെ പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു. ഇതിന് കുറച്ച് ഫ്രൂട്ട്സ് മാത്രം മതി കേട്ടോ. ഫ്രിഡ്ജിൽ പോയപ്പോൾ ആകെ കണ്ടത് വാട്ടർമെലണും അതേപോലെ ഗ്രേപ്സും ആണ്. അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തേക്ക് കുറച്ച് ഷുഗർ ഇടുക. അതിന് ശേഷം അതിൻ്റെ കുറച്ചും കൂടി ഒരളവിൽ വെള്ളം എടുക്കുക. ശരിക്കും ഇത് 2:1 എടുക്കേണ്ടത്. പക്ഷേ എനിക്കിവിടെ കുറച്ച് ഫ്രൂട്ട്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. അതിന് ശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് എടുക്കുക. ടൂത്ത് പിക്കിൻ്റെ വലിയതാണ് കേട്ടോ അത്. സ്റ്റിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാ പോലെ കഴിച്ചാലും മതി. അപ്പോഴേക്കും നമ്മൾ ആ ഷുഗറും വാട്ടറും ഇല്ല, അതൊന്ന് തിളച്ച് വരും. ആ സമയം കൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഈ സിറപ്പ് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പാളിപ്പോയോ എന്നൊരു ഡൗട്ട്. എന്തായാലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി സിമ്പിളാട്ടോ.
കാരമൽ ഉണ്ടാക്കിയാലും മതി, ഫ്രൂട്ട്സിനെ മുകളിലോട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. സംഭവം ഇതാ സെറ്റ് ആയിക്കണം കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് വന്നിട്ടില്ല. ഇതാ സിറപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, വെറുതെ എന്തിനാ കളയുന്നത്. ഈ സിറപ്പ് ഞാൻ ഐസ് ക്യൂബ്സിലോട്ട് ഒഴിച്ചിട്ടാട്ടോ എടുത്തത്. പിന്നെ ഞാൻ ഈ റിലാക്സിങ്ങിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് ഓണാക്കി. പിന്നെ തിന്നു നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊരു ഷുഗർ സിറപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അത്രയുള്ള വീഡിയോ. ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡേ ഭയങ്കര ഒരു എസ്തെറ്റിക് മോഡായിരുന്നു. ഇനി അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ. അപ്പോൾ ബൈ ഗൈസ്.